പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ബെസ്റ്റ് ചോയ്സിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് മെയിൻ ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ മാറി മറ്റൊരു ജംഗ്ഷനിൽ നല്ല കിടുക്കാച്ചി സ്റ്റൈലിൽ അടിപൊളി ഒരു സൂപ്പർ വീടാണ്. ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചുറ്റുവട്ടത്തെ വീടുകളാണ്. അടിപൊളി അയൽക്കാർ, നല്ല നല്ല വീടുകളുള്ള നല്ലൊരു സെൻറ്ററിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. വീടിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാലും ഗംഭീര ഡിസൈനിങ് നമുക്ക് കാണാൻ പറ്റും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫിനിഷിംഗ് വർക്ക് ബാലൻസ് ഉണ്ട്. മതിൽ, ഗേറ്റ്, അങ്ങനെ ചെറിയൊരു ഫിനിഷിംഗ് വർക്ക് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ കുട്ടപ്പനായിട്ടുള്ളൊരു വീടാണ് കിട്ടുക. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ സ്ഥലത്ത് ഒരു 2 ഷട്ടർ റൂം പണിത് റെൻറ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ സ്വന്തം ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇനി അധികം നേരം ഇവിടെ നിൽക്കില്ല, കാരണം നല്ല വെയിലാണ്. അപ്പം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാം. നൈസ് ഒരു സിറ്റ് ഔട്ട് ഏരിയ, പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഫ്രെയിമൊക്കെ ചെയ്തിട്ടുണ്ട്. അകത്തുനിന്ന് ആരൊക്കെ വരുന്നത് ഈ കൂടെ കാണാൻ പറ്റും. ഇനി മനോഹരമായിട്ടുള്ളൊരു മോഡേൺ മെയിൻ ഡോറ്, അത് കടന്ന് നമ്മൾ എത്തുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാളിലേക്കാണ്. ലാവിഷായിട്ട് ഫർണിച്ചർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിന് തൊട്ടടുത്ത് ഒരു ഡൈനിങ് ഏരിയ. വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ലാവിഷായിട്ടുള്ള സൺലൈറ്റും അതുപോലെ വായു സഞ്ചാരം കിട്ടാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ കോണിച്ചോട്ടിലാണ് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. അടിപൊളി കിച്ചൺ. കബോർഡ് വർക്കും കൂടി കഴിഞ്ഞാൽ കാലക്കി. വോൾട്ടൈലൊക്കെ നമ്മൾ വളരെ പ്ലസൻ്റ് ആക്കും, മനോഹരമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിങ്കിൻ്റെ ഡിസൈനൊക്കെ വളരെ മോഡേണായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ബാക്കിലായിട്ട് ഇവിടെയും ഒരു റാക്കിനുള്ള സ്പേസ് ഉണ്ട്. ഫ്ലോറിങ് ഗംഭീരമാക്കിയിട്ടുണ്ട്. നല്ല ഗ്രിപ്പാണ് കേട്ടോ, കാണുമ്പോൾ അറിയാൻ തോന്നും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്കിതാ ഒരു പുകയുള്ള അടുപ്പിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രില്ലിട്ടുള്ള നല്ല ഡോറുണ്ട്. അവിടെ തന്നെ ഒരു കോമൺ വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. നൈസ് ഡിസൈൻ. ഇത് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. സോ സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂം. ഫ്ലോറിങ് എടുത്തു പറയേണ്ടതാണ്, ഗംഭീരമാണ് കേട്ടോ. വീട്ടിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഫ്ലോറിംഗ് ആണ്. 3 ബെഡ്റൂമാണ് വീട്ടിൽ വരുന്നത്. 3ഉം അറ്റാച്ച്ഡ് വാഷ്റൂം ഉള്ളതാണ്. മുകളിലത്തെ ബെഡ്റൂം കുറച്ചും കൂടി യങ്സ്റ്റേഴ്സിന് പറ്റിയ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂരിലെ ചൂൽപ്പുറം എന്ന ഭാഗത്താണ്. നമുക്കിനി സ്റ്റെപ്പ് കയറി മുകളിലൊന്ന് കയറി നോക്കാം. ആന പിടിച്ചാൽ കുലുങ്ങാത്ത ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ മുകളിൽ അടിപൊളി ഒരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ വരുന്നുണ്ട്. ബെഡ്റൂമിൻ്റെ ഡിസൈൻ മുകളിലത്തെ ഗംഭീരമാണ്. ഞാനിവിടെ ഈ ബാൽക്കണി ഏരിയയിലേക്ക് കിടക്കാത്തത്, നല്ല ചൂടാണ് പുറത്ത്. ബട്ട് വീടിൻ്റെ അകത്ത് അത്തരം ചൂടുകളില്ല, കാരണം നല്ല വെട്ടുകല്ലാണ് വീട് പണിതെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാവും. ചുറ്റുവട്ടത്തൊക്കെ സൂപ്പറാണ്, ഗംഭീര വീടുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും നമ്മുടെ ഒരു വീടിന് കാണാൻ പറ്റും. ഇത്രയും ബെസ്റ്റ് ഒരു പ്രോപ്പർട്ടി വരുന്നത് ടോട്ടൽ 5 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റിലാണ്. ബസ് റൂട്ട് ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ 100 മീറ്റർ ഇല്ല. അടിപൊളി ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം ഡിസൈനൊക്കെ വന്ന് കാണണം, ഗംഭീരമാക്കിയിട്ടുണ്ട്. കുറച്ച് ഫിനിഷിംഗ് വർക്ക് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന് ചോദിക്കുന്ന ഒരു ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 57 ലക്ഷമാണ്. ഈ ഒരു സ്ഥലത്തെ റേറ്റും മറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത റേറ്റാണ്, എന്നാലും നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി ഗുരുവായൂരിനും കുന്നംകുളത്തിനും അടുത്താണ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.